എപ്പോ? ഞാൻ ദേ വരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം നീങ്ങുന്നു. അതിന്റെ നിജസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ഹലോ ഹലോ ശരത്, കേൾക്കുന്നില്ല? ഹലോ ഷിബു, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. മലങ്കര കോൺഗ്രസിന്റെ അധ്യക്ഷൻ MC പോളിന്റെ മകനും മലങ്കര യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബെന്നി പോളിന് അപകടം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ശരത്, ആദ്യം അടിസ്ഥാനരഹിതമെന്ന് തോന്നിക്കുകയും പിന്നീട് സത്യമാണെന്നറിയുകയും ചെയ്ത ഒരു വാർത്തയാണിത്. ഡോക്ടർ ബെന്നി പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഈ വാർത്ത അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത്, ഇവിടെ എന്നോടൊപ്പം കോട്ടയം SP രാജഗോപാലുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീ രാജഗോപാൽ പറയുന്നതായിരിക്കും. കുമരകത്തുള്ള ഡോക്ടർ ബെന്നി പോളിന്റെ ഗസ്റ്റ് ഹൗസിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആ അതിഥി മന്ദിരത്തിലെ വാവച്ചൻ എന്ന വാച്ച്മാൻ ദാരുണമായ ഈ കാഴ്ച കണ്ടാവണം ബോധരഹിതനായ നിലയിലാണ്. അയാളെ ഈ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയൂ. ആരായി ചെറുക്കനെ താങ്ങിയത്? ഇവൻ വണ്ടിയും പറപ്പിച്ചിട്ട് പോകുന്നത് ഞാനും സുഖം രാവിലെ കണ്ടതാ. ചേട്ടാ, അതിന്റെ ഇടയില് കഷ്ടം. ഈ ചെറുക്കനിലായിരുന്നു പോൾ സാറിന്റെ പ്രതീക്ഷ മുഴുവൻ. അണ്ടർ ട്രെയിനിങ്ങിലായിരുന്നു പയ്യൻ. കുഞ്ഞച്ചോ, ഓ ഒന്ന് പോണല്ലോ പാലായിക്ക്. എന്നാ ഓരോന്ന് പറ. മരിപ്പിന് പോകുമ്പോ അങ്ങനെ ഉണ്ട്. ഓ അപ്പുറത്തോട്ടെങ്ങാനും പിടിച്ചോണ്ട് പോവർഗീസേ.
തൃശ്ശൂരായിരുന്നു സാറേ, അതാ ലേറ്റായത്. ഇരിക്ക. പാടോ. കഥ കടച്ചേക്ക. ദാ അത് തുറന്നൊരു ഡ്രിങ്ക് എടുത്തതാ, വിസ്കി. ആ, ഞാൻ വന്നേക്കാം. താൻ കഥകിന്റെ പുറത്ത് കാണണം. ഉവ്വ. നിനക്കെടുത്തില്ലേ? ഇല്ല, വേണ്ട. ഈ കിട്ടിയത് പാപത്തിന്റെ ശമ്പളമാണല്ലേ. അത്ര വലിയ പാപമൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എക്സിസ്റ്റൻസിന് വേണ്ടി ഏത് പൊളിറ്റീഷ്യനും കളിക്കുന്ന ചില ഗെയിംസ്, ചില ക്രൂക്കഡ് മൂവ്സ്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തെറ്റ് അല്ല, തന്തയില്ലായ്മ MC പോൾ കാണിച്ചിട്ടുള്ളത് നിന്റെ അപ്പച്ചനോടാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കോടതി വിറ്റ്നസ് ആയിട്ട് പോയില്ല എന്നുള്ളതാ. ചെയ്തതിന്റെ തൂക്കത്തിലാവില്ലല്ലോ ശിക്ഷ. കർത്താവ് തമ്പുരാന്റെ കോടതിയിൽ ഇങ്ങനെ ആയിരിക്കും തീർപ്പ്. എന്റെ പെങ്ങള് കൊച്ചമ്മണിയോട് ഞാൻ ആവത് പറഞ്ഞതാ നിന്റെ സാറയുടെയും കെട്ട് നടത്താൻ. അവിടെ മരത്തലയിൽ അത് കയറുകയെന്ന് വെച്ചാ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ ഇത്. ബെന്നി വലിയ പ്രതീക്ഷയായിരുന്നു, അതിന് തക്ക പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇത്രയും നാളത്തെ അധ്വാനം മുഴുവൻ ഏൽപ്പിക്കാൻ പോന്നവനായിരുന്നു. അതാ പുറത്ത് ആ കണ്ണാടിക്കൂട്ടിൽ തമ്പാൻ ജോസഫ്. ഞാൻ വെളിയിലോട്ട് വരാം. ഉവ്വ. പ്രോത്സാഹനത്തുണ്ട്. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാനാ ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾ സാർ തന്നെ, അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ, അത് മാറിയല്ലോ. ജോണി, ഇതവൻ പറ്റിച്ച പണിയാ ആ ഉമ്മച്ചൻ. എങ്ങനെ ചിന്തിച്ചാലും അതിനാണ് സാധ്യത. കഴിഞ്ഞ തവണ കടുത്തുരുത്തി നിലനിർത്താൻ ഉമ്മച്ചൻ 50 ലക്ഷം ഇറക്കി എന്നാ കേട്ടത്. അയാൾക്ക് സഹിക്കോ? അതിനൊക്കെ ഗഡ്സ് ഉണ്ടോ ഈ ഉമ്മച്ചന്? MC പോളിന്റെ മകനെ മർഡർ ചെയ്യാനുള്ള? ഐ ഡോണ്ട് തിങ്ക് സോ. പിടി. എന്നിട്ട് കോട്ടയം SP തന്നെ പറ, കൊന്നവനാർ കൊല്ലിച്ചവനാർ. എല്ലാ സംശയങ്ങളും അഭ്യൂഹങ്ങളും നാളെ കൊണ്ട് തീരും. അപ്പൊ ആളെ കിട്ടി? കിട്ടിയോന്ന് ചോദിച്ചാൽ ബെന്നി പോളിന്റെ ജോലിക്കാരൻ കിളവന് ബോധം വന്നു. അയാളുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞാ ഇപ്പോ CI ജോണിയുടെ ഫോൺ വന്നത്. ഒരു പെൺകുട്ടിയാ. പെൺകൊച്ചോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്. തനിക്കറിയാടോ, തന്റെ സാറയുടെ അപ്പന്റെ എക്സ്ട്രാ സെറ്റപ്പിലുണ്ടായ ഒരു കൊച്ച് ആനി. അതിനെ പിടിച്ചോ? ഇല്ല, അവള് കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബെന്നി പോളിന്റെ രക്തത്തിന്റെ സ്റ്റെയിനുള്ള കത്തി. തെളിവായിട്ട് അത് കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ.
ഒരു മിനിറ്റ്. എന്നാലും ആ കൊച്ചി എന്നാ പണിയാ കാണിച്ചെന്നേ. അവക്ക് ഈ ചെറുക്കനുമായിട്ട് തന്നെ ഇല്ല സാർ. സാർ ഞാൻ തന്നെ പോകും സാർ. സാർ അറസ്റ്റ് നടന്നോണ്ടാ സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങി. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കൊടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും. എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളിയിൽ പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു 2 എണ്ണം എടുപ്പേ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും. ഈ പെങ്കൊച്ചിനെ ഞാൻ എങ്ങാണ്ടോ കണ്ട് പരിചയമുണ്ടല്ലോ. അതിന് അമ്മാമ്മച്ചി കുവൈറ്റിൽ പോയിട്ടുണ്ടോ? ഈ കൊച്ചു ജനിച്ചെന്ന് നമ്മൾ നോക്കാം, അവിടെ ഇല്ലയോ? എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഈ കൊച്ചിത് എവിടത്തെയാന്നാ? കരിമറ്റത്തെ. അവിടത്തെ റോസാമേലോ നമ്മുടെ പരുത്തിക്കാട്ട് ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ. കരിമറ്റത്തെ പെമ്പിളരെന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും. ഈ കണ്ണും മുഖവും ഇതേപോലെ ഇരിക്കുന്ന എത്ര എണ്ണം അവിടെ നിൽക്കുന്നറിയാവോ? അമ്മാമ്മച്ചി വന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ. കൊച്ചിന്റെ തന്തയും തള്ളയും തമ്മി മുട്ടം വഴക്ക് നടക്കുക. ഇതിന്റെ അവകാശത്തെ ചുതി അടിയാ. ഇവിടെ അപ്പനൊരു പാവ. തള്ളയുടെ വീട്ടുകാര് കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നുള്ള പേടിയിലയാള്. ഒരു 2-3 ദിവസം അരമനയിൽ തിരുമേനുമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന അത്ര സമയം ഇവിടെ നിർത്തിയാൽ മതി. ആരും ഒന്ന് ചോദിച്ചാലും കൊച്ചിവിടെയുള്ള കാര്യം പറഞ്ഞേക്കരുത് കേട്ടോ. അമ്മാമ്മച്ചി താണ്ടേ, പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ലെന്ന് പറയാവൂ. പോലീസോ? പോലീസിന്റെ വേഷം ഇട്ടൊക്കെ അവന്മാര് വരുവേ. പിന്നെ ഇങ്ങ് വരട്ടെ, ചൂരലെടുക്കും ഞാൻ. അപ്പൊ പറഞ്ഞ പോലെ ഞാനങ്ങ് ഇറങ്ങു വന്നേ. വാടാ. അല്ല, മഠത്തില് വന്ന അപ്പം ഇഷ്ടം കഴിക്കാതെ എങ്ങനെയാ? അതൊരു പതിവാ. നിനക്ക് ഞാൻ പോണ വഴി മട്ടൻ ബിരിയാണി മേടിച്ചു തരാം. വല്ല ഏനക്കേട് ഉണ്ടായാ ഞാൻ വിളിക്കും. നീ സടേന്നിങ്ങി വന്നേക്കാം. മഠത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ. വാ വച്ചേ. പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ. ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ. ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ, കൊടുവാളിന് എന്നെ വെട്ടും. അതെനാ കടുവായ. നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. ഞാൻ പൊക്കോട്ടെ എന്നാ ചെന്നാട്ടെ. നമസ്കാരം സാർ. നിന്റെ സാറ് തന്നെടാ അപ്പിടാൻ മുട്ടിട്ട് ഓടുവന്നോ? നിന്റെ സാറ് കൊടുത്ത പണീന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ. ചെയ്തേ, നീ വെറുതെ തിങ്ക് ചെയ്യണ്ട. നീ ഏത് കാറിട്ടാലും ഞാൻ അടിക്കോ? ചതിക്കല്ലേ, ഞാൻ ഫുള്ളാ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളാണേ ഫുള്ളാണേ കുഞ്ഞച്ചൻ ഫുള്ളാണേ ഫുള്ളാണേ. തനിങ്ങി വന്നേ, പറയട്ടെ. ഇതെന്നെ യൂണിഫോമിൽ ഒന്നിരിക്കുന്നോ? തന്നെ ഒന്ന് ഇരുത്തി. അതിന്ന് ആദ്യം ഞാനൊന്ന് എണീക്കട്ടെ. വാ. അപ്പൊ എനിക്കിടണ്ട. അവ കുഞ്ഞച്ചന്റെ ഇടല്. DK, താൻ എനിക്കിട്ടൊന്ന് പണിഞ്ഞു. ഞാനോ? ഞാൻ സാറിട്ട് എന്നാ പണിയാനോ? പൊട്ടം കളിക്കല്ലേ. മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരുടെയും വായിക്കിടക്കുന്ന തെറി മുഴുവനും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. താൻ ഒരുത്തം കാരണം. DK, താൻ ആ കൊച്ചിനെ അവിടെ കൊണ്ട് താത്തി. ഏത് കൊച്ചിന്? ഇയാൾക്ക് തന്നെ പറ്റി? DK, ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകാൻ മേലാഞ്ഞിട്ടല്ല. തന്റെ വണ്ടി ഹൈ റേഞ്ച് റോഡിൽ കിഴക്കമ്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം. താൻ എവിടെ വേണേലും കൊണ്ട് പാത്തു വെച്ചോ, പക്ഷേ വിത്തിൻ അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും. ചതിയാ താൻ കാണിച്ചത്. വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത്. സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണെന്റെ കൈക്ക് വരും. കിട്ടുമ്പോ ചവിട്ടി അതിന്റെ നാഭി ഞാൻ കലക്കുകയും ചെയ്യും. താൻ പറിക്കും, പഴം പറിക്കും. തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർത്തിയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ള ചെയ്തിട്ടൊന്നുമില്ല. ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഷീ ഈസ് എ ക്രിമിനൽ, ഒരു കൊലപാതക കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് താൻ പറയും, തന്റെ ഡിപ്പാർട്ട്മെന്റ് പറയും.
എന്നിട്ട് അതിനുള്ള തെളിവുകൾ നിരത്തും. സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യുകയും ചെയ്യും. ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും. ഇത് പക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി. ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവീദാ യുദ്ധം ചെയ്യാൻ പോകുന്നേ. കവണെ കല്ലുവെച്ച് ഞാൻ നേറ്റിക്കടിക്കും. ബെന്നി പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി, അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി, അതിൽ ബെന്നി പോളിന്റെ രക്തക്കറ കണ്ടുവന്ന് FIR എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറുന്ന മോന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ചെയ്യിച്ച ആ ഏമാന്റെയും, അവൻ ആരും ആയിക്കോട്ടെ, ചെന്ന് പറഞ്ഞേക്കും. നിയമത്തിന്റെ കണ്ണാടിച്ചിലിലൂടെ സത്യം പുറത്തു വരുന്നതുവരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോകാൻ എന്റെ പൊന്നു രാജഗോപാല, അതുകൊണ്ടേ ഇയാളതെ ഇച്ചിരി കൂടെ മൂക്കണം. എന്നാ പറഞ്ഞേച്ചും പോയി SP അദ്ദേഹം? ഇയാളുടെ അപ്പന്റെ പേരെന്നാ? ഋത്തിക് റോഷൻ. കൃഷ്ണൻ കർത്ത. ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്ക് പോകുന്നില്ല. ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു. പോൾ സാറിന്റെ മോനെ സേവ്യർ. ഞാൻ നോക്കാം. പൂച്ചാളി പീസ് കാണിക്കല്ലേ സാറേ? സാറിനെ കാത്ത് നിൽക്കായിരുന്നു രണ്ട് പറയാൻ. പുലിക്കോട്ടിലച്ഛന്റെ അവിടെ നാടകം കളിക്കാൻ വേണ്ടി പോലീസ് ട്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. ആരുടെ കണ്ണി പൊടിയിടാനോവാ? സേവിയർ? ആ സേവിയർ തന്നെ. കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും. പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ ആമ്പിള്ളേരെ അതിനെ കിട്ടുക. സേവിയർ, പബ്ലിക് റോഡാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ. ഞാനൊരു ഓഫീസിലോട്ട് ഇല്ലുവാ. ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ഇവിടെ കാത്തു നിന്ന്. അവനെ കാണാനാ ഞാൻ പോകുന്നത്. അവനെയും കാണും, ആ പെങ്കുച്ചിനെയും കാണും. എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ, എന്നിട്ട് ഉയിര് ബാക്കിയുണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം. ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുര്യച്ചന്റെ മേടീരിന്റെ ഗുണം കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ. പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്തെ ക്രീമെ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാ. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സേവിച്ചൻ? MC പോൾ സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ, ആ വഴക്കാളി ചെറുക്കൻ. അവനെന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിൽ അവൻ 2 കാലം നിൽക്കുന്നതും നടക്കുന്നതെല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ചെന്ന് പറ, ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരൂടെ മൂക്കണമല്ലോ ഉണ്ണുണ്ണി.
നിർത്തടാ. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും, നീ ചെറ്റപൊക്കാൻ ഇറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും, കമ്പന്തേനി ഇറക്കിറങ്ങുമ്പോ കാണുന്ന പാവം തമിഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. നീ എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളും. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ലി മേടിച്ചു കൂട്ടാൻ. 4 എണ്ണം കൊടുക്കുമ്പോ 3 എണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മടത്തിൽ നിന്ന് അമ്മാമ്മച്ച് 16 തവണയായി ഫോൺ വിളിക്കുന്നത്. ഓവർ ആക്കല്ലേ, 16 തവണ. എന്റെ ഇച്ചായ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചായ എന്നതും ഒരു പ്രശ്നമുണ്ട്. ഇച്ചായന്റെ മൊബൈൽ എന്തേ? അതിവിടെ ആഫീസിൽ കാണും. അമ്മാമ്മച്ച് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കിൽ എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. 2 തല്ല് കിട്ടിയാലും അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടിയുടെ കീങ്ങിതാ. പിന്നെ അമ്മാമ്മച്ച് ക്ലബിലോട്ട് വിളിക്കും അറ്റൻഡ് ചെയ്യുന്നത്. എടാ ക്ലബ് അല്ല, ക്ലബ്, CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ